ഒരുവിധം സ്ഥലത്തൊക്കെ ഇപ്പം നല്ല മഴയാണല്ലേ. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാനേ പറ്റണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു അവരവിടെയൊക്കെ നമ്മുടെ ഇവിടേക്കൊന്നും വെള്ളം കയറില്ല, പക്ഷേ കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ വീടൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറും. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ വെള്ളം കയറി തുടങ്ങിയിട്ട് ഈ പറമ്പിലൊക്കെ ഇങ്ങനെ വെള്ളമായി വായു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ ഇപ്പം മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തുറന്നേക്കല്ലേ, അപ്പോൾ പോവാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പോയിട്ട് വരാട്ടാ. അവിടെ എത്തുമ്പോൾ വീഡിയോ അയക്കാം എങ്ങനെയാണ് അവസ്ഥ എന്ന് നോക്കട്ടെ. നമുക്ക് എന്താ പറയുക, വെള്ളം എന്താ പറയുക കാണുന്നേക്കാളും പ്രധാനം കയറല്ലേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. കാരണം വെള്ളം കയറി കഴിഞ്ഞ് വീടുകളുടെ അവസ്ഥയൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത് നമുക്കൊരിക്കലും എന്താ പറയുക കണ്ടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഓരോ വെള്ളം കയറുന്ന വീടുകളുടെ അവസ്ഥ കാണുമ്പോഴേ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അവിടെ ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടാ. ഇനി റോട്ടിലേക്ക് കയറാനായിട്ട് കുറച്ച് വെള്ളം കൂടി ആയിട്ടുണ്ടെങ്കിൽ റോട്ടിൽ കയറും. ഇതേപോലെ മഴ നിൽക്കുകയാണെങ്കിൽ റോട്ടിലേക്ക് എന്തായാലും വെള്ളം കയറും. അപ്പോൾ അവൾ പറഞ്ഞത് ശരി തന്നെയാണ്, നല്ല മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കണത്. അതെ, മീൻപിടുത്തമൊന്നല്ല കേട്ടോ ഇവിടെ നടക്കണത്. മീൻപിടുത്തമൊന്നല്ല, അത് ആ ഒരു ചേട്ടൻ അവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ ഉണ്ടാക്കിയ ചെറിയൊരു ബോട്ട് പോലത്തെ ഒരു വഞ്ചി പോലെ തോന്നും നമുക്ക് ശരിക്കും. അത് ബാലൻസ് ഉണ്ടെങ്കിൽ നീന്തലറിയണവർ മാത്രമേ അതിൽ കയറാൻ പാടുള്ളൂ. അപ്പോൾ ചേട്ടൻ എന്താ പറയുക, ഇത് ഞങ്ങളുടെ കസിനാണ്, ആ ചേട്ടന് നീന്തലറിയാം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ആൾ അതിൽ പോയി നോക്കണമെന്ന് മാത്രം. ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം കയറുക പീച്ച് ഡാം തുറന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടി തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടേക്ക് വെള്ളം കയറും കേട്ടോ. ഞങ്ങളുടെ പുഴയിലേക്കൊക്കെ വെള്ളം കയറും. അപ്പോൾ അത് ഏകദേശം കുറച്ചും കൂടി വെള്ളം അവിടെ കൂടും. ഞങ്ങളുടെ അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ കുറച്ച് ഇടാൻ പറ്റണുള്ളൂ, അപ്പോൾ അത് ഞാൻ കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോ കൂടി ഇടാം കേട്ടോ. അത് ഒരുവിധം ഞങ്ങളുടെ അവിടുത്തെ പുഴയുടെ ഇതും പിന്നെ വെള്ളം നിറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതും ഒക്കെ ഉണ്ട് അതിൽ ശരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞുമക്കളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ ഇപ്പോൾ. എൻ്റെ മോൻ എന്നൊക്കെ പറയുമ്പോൾ വെള്ളം കണ്ടവനൊരു പ്രത്യേകത, അപ്പം അതിൽ കളിക്കണം, അതുമാതിരി കാല് കഴുകാറങ്ങൽ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ചാലിലത്തെ വെള്ളം തന്നെ മതി അവർക്ക് അപകടം വരാനായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴായാലും എന്താ പറയുക വണ്ടി കയറിനോടത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക.